കാസർഗോഡ് ജില്ലയിലുള്ള ചെറിയൊരു ഗ്രാമം. അവിടെയാണ് 25 വയസ്സുള്ള നസ്റിൻ ജീവിതം നയിച്ചിരുന്നത്. വിവാഹം കഴിഞ്ഞ് 3 വർഷം മാത്രമേ ആയിരുന്നുള്ളൂ. ഭർത്താവ് റിയാസ്. റിയാസിന് ഒരു ചെറിയ കട ഉണ്ടായിരുന്നു. നസ്റിനെ അവൻ വളരെയധികം സ്നേഹിച്ചു. ഒരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം, നല്ലൊരു വീട്, സമാധാനമായിട്ടുള്ള ഒരു ജീവിതം, അതൊക്കെ ആയിരുന്നു ആ കുടുംബത്തിന്റെ സ്വപ്നം. പക്ഷേ പണമില്ലാത്തതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. വീടിന്റെ വാടക, കടം, മരുന്ന് എന്നിവയൊക്കെ കൂട്ടി വരുമ്പോൾ റിയാസിന്റെ ശമ്പളം മതിയാകാറില്ല. ഒരിക്കൽ അയൽവാസിയായ മൈമൂന വന്ന് പറയുന്നു, ഹനീഫാക്ക് പറഞ്ഞതാ, സൗദിയിൽ ഒരു അറബി വീട്ടിൽ നല്ല ശമ്പളമുള്ള ഒരു ജോലിയുണ്ടത്രേ. നിങ്ങൾ എന്തായാലും നല്ല ബുദ്ധിമുട്ടിലല്ലേ, ഒന്ന് പോയി നോക്ക്. ആ വാക്കുകൾ നസ്രീനെ ആകർഷിപ്പിച്ചു. റിയാസിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം അവൻ സമ്മതിച്ചില്ല. നീ അവിടെ ഒറ്റയ്ക്ക് പോകേണ്ടി വരും, നിന്നെക്കൊണ്ട് അതൊന്നും പറ്റില്ല. പക്ഷേ കടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമൊക്കെ ആലോചിച്ചപ്പോൾ അവസാനം അവൻ സമ്മതിച്ചു. പൊയ്ക്കോ, പക്ഷെ എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വരണം, ഞാൻ കാത്തിരിക്കും. വിമാനത്താവളത്തിൽ യാത്രയാക്കുമ്പോൾ റിയാസിന്റെ കണ്ണിൽ കണ്ണുനീർ. ശ്രദ്ധിക്കണം, ആരെയും വിശ്വസിക്കരുത്. ഞാൻ നിങ്ങളെ വിട്ട് എവിടേക്കും പോകില്ല റിയാസക്ക, നസ്രിൻ ചിരിച്ചു പറഞ്ഞു. സൗദിയിൽ എത്തിയപ്പോൾ ആ വീടിന്റെ വലിപ്പം, ആഡംബരം ഒക്കെ നസ്രിനെ അമ്പരപ്പിച്ചു. പ്രായമേറിയ അറബി കാസിം. എന്നാൽ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് 3 ഭാര്യമാർ, സഅദിയ, ആമിന, നശ്വ. ആദ്യ ദിവസങ്ങൾ വളരെ നല്ലതുപോലെ പോയിരുന്നു. നസ്രിൻ വീട്ടുജോലികൾ പഠിച്ചു, ഭാഷ അല്പം മനസ്സിലാക്കി. നാട്ടിൽ നിന്നുള്ള വീഡിയോ കോളുകൾ ജീവിതത്തിന് വെളിച്ചമായിരുന്നു. റിയാസ് അവളെ കാത്തിരുന്നു. എത്രയും പെട്ടെന്ന് വരണം, നീ ഇല്ലാതെ എനിക്ക് സന്തോഷമില്ല. കടങ്ങൾ തീർന്നാൽ മതി, ഞാൻ വരും, നസ്രിൻ ആശ്വസിപ്പിച്ചു. എന്നാൽ അങ്ങനെയൊക്കെ തോന്നിയത് ആദ്യ ദിനങ്ങളിൽ മാത്രം. മെല്ലെ മെല്ലെ വീട്ടിലെ അന്തരീക്ഷം മാറിത്തുടങ്ങി. ഒരു ദിവസം സഅദിയ നസ്രിനോട് ചോദിച്ചു, നിനക്ക് മക്കളുണ്ടോ? ഇല്ല, പക്ഷേ ഉണ്ടാവണമെന്നുണ്ട്. ഞങ്ങളുടെ കടങ്ങളൊക്കെ മാറിയിട്ട് വേണം. ആമിനയും നശ്വയും ഒരുമിച്ച് നോക്കി. ഒത്തിരി ആലോചനകൾ, പരസ്പരം പങ്കിട്ട കണ്ണുകൾ. ആ രാത്രി നസ്രിൻ തന്റെ മുറിയിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഭീതി അവളുടെ മനസ്സിൽ കടന്നു വന്നു. ഈ വീട്ടിൽ എന്തോ ശരിയല്ല. നസ്രിൻ എത്തിയിട്ട് 3 ആഴ്ചകൾ കഴിഞ്ഞിരുന്നു. വീട്ടിലെ ഓരോ ജോലിയും നന്നായി പഠിച്ചു, കുടുംബത്തിന്റെ വിശ്വാസവും നേടി. പക്ഷേ കാസിമിനോടുള്ള അവരുടെ പെരുമാറ്റം വിചിത്രമായിരുന്നു. കാസിം ഇല്ലാത്തപ്പോൾ അവർ സാദാ പോലെയാണ് പെരുമാറിയത്. പക്ഷേ അയാൾ വീട്ടിലേക്ക് വരുമ്പോൾ അവർ ആകെ മാറി. അവൻ മുന്നിൽ വരുമ്പോൾ ഓരോരുത്തരും കുട്ടിയെ പോലെയാണ് പെരുമാറിയത്. നസ്രിൻ ആ കാഴ്ചകൾ ഓരോ ദിവസവും കാണുമ്പോൾ അവൾക്ക് അസ്വസ്ഥത തോന്നി. ഇവിടെ എന്തോ ശരിയല്ല. ഒരു ദിവസം അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആമിന മെല്ലെ വന്ന് പറഞ്ഞു, കാസിമാണ് ഞങ്ങളുടെ ജീവിതം, അയാളുടെ സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ സന്തോഷം. അതിനു പിന്നാലെ നശ്വ ചിരിച്ചു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ വയസ്സായില്ലേ, എല്ലാവരും ഉമ്മമാരായി, പ്രായമായി. അതിന്റെ അർത്ഥം നസ്രിന് മനസ്സിലാക്കാൻ കഴിയാതെ നിന്നപ്പോൾ സഅദിയ പറഞ്ഞു, കാസിമിന് ഒരു പുതിയ ഭാര്യ വേണം. ആ വാക്ക് കേട്ടപ്പോൾ നസ്രിന്റെ ഹൃദയം തകർന്നു പോയി. എനിക്കതുമായി ബന്ധമൊന്നുമില്ല, ഞാനിവിടെ ജോലിക്കാണ് വന്നിരിക്കുന്നത്, നസ്രിൻ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷേ 3 ഭാര്യമാരും തമ്മിൽ നോക്കി ചിരിച്ചു. നിനക്കുള്ളൊരു കാര്യം ഞങ്ങൾക്കില്ല, യൗവനം, അതാണ് വേണ്ടത്. അതിനു പിന്നാലെ ഓരോ ദിവസങ്ങളും മാറാൻ തുടങ്ങി. അവരെല്ലാ ദിവസവും നസ്രിനെ വിലയിരുത്തി. വസ്ത്രം, നടക്കുന്നത്, മുഖം, ചിരി. അവൾ ചായ കൊണ്ടുവന്നാൽ അവർ പറയും, കൂടുതൽ ചിരിക്കുക, അതാണ് കാസിമിന് ഇഷ്ടം. അടുക്കളയിൽ നിന്റെ ശബ്ദം മൃദുവാണ്, കാസിമിന് അതാണ് ഇഷ്ടം. മാത്രമല്ല ഫോണിൽ നാട്ടിലേക്ക് വിളിക്കുന്ന സമയത്തും അവർ അടുത്തുനിന്ന് കേട്ടു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ മിണ്ടിപ്പോകരുത്, സഅദിയ മുന്നറിയിപ്പ് നൽകി. ഒരു രാത്രി നസ്രിൻ തന്റെ ഫോണിൽ റിയാസിന്റെ മിസ്ഡ് കോൾ കണ്ടു. ഹൃദയം തകർന്നു. ബാത്റൂമിൽ ഒളിച്ചു നിന്ന് വിളിച്ചു, റിയാസ്, ഇവിടെ മൊത്തം പ്രശ്നമാണ്, എന്താണ് സംഭവിച്ചത്? അവർ എന്നോട് ഇവിടുത്തെ അറബിയെ വിവാഹം കഴിക്കാനാണ് പറയുന്നത്, റിയാസ് ഒച്ചത്തിൽ പറഞ്ഞു. നസ്രിൻ, നീയല്ലേ പറഞ്ഞത് ഈ ജോലി നല്ലതാണെന്ന്? ഒരുപാട് ആളുകൾ പറഞ്ഞല്ലോ അറബ് വീട്ടിൽ ജോലി കിട്ടിയാൽ എല്ലാം നന്നായിരിക്കുമെന്ന്. എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരണം റിയാസ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ടിക്കറ്റ് വാങ്ങിക്കോളൂ, ഞാൻ കടമെടുത്ത് പണം അയക്കാം. ആ ദിവസം രാത്രി നസ്രിൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഹൃദയത്തിലൊരു ആശ്വാസം, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും, അത് മതി. പക്ഷേ അതേ രാത്രി ഒരു വാതിൽ തുറക്കുന്ന ശബ്ദം. നസ്രിൻ അമ്പരന്ന് ഇരുന്നപ്പോൾ സഅദിയയും ആമിനയും നശ്വയും മുറിയിൽ കയറി വന്നു.
വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങണം. സഅദിയ പറഞ്ഞു. നാളെ കാസിമിനോട് ഞങ്ങൾ പറയാൻ പോകുന്നു, നിങ്ങളുടെ പുതിയ ഭാര്യയെ ഞങ്ങൾ തെരഞ്ഞെടുത്തുവെന്ന്. നസ്റിൻ ഞെട്ടി. മുറിയുടെ വാതിൽ അടഞ്ഞു. 3 ഭാര്യമാരും പുറത്തേക്ക് പോയെങ്കിലും അവരുടെ ചുവടുകളുടെ ശബ്ദം അകന്നു പോകുന്നില്ലെന്ന് തോന്നി. നസ്റിൻ വിറച്ചു. മനസ്സിലൊരു ചിന്ത മാത്രം. രക്ഷപ്പെട്ടേ പറ്റൂ. ഇപ്പോ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും എനിക്കതിന് കഴിയില്ല. അടുത്ത ദിവസം രാവിലെ ജോലി ആരംഭിക്കുന്നതിന് മുൻപായി അവൾ മുന്നിലെ ലോബി വൃത്തിയാക്കുമ്പോൾ ജോലിക്കാരിൽ ഒരാളായ സുലൈമാൻ, ഇന്ത്യൻ തൊഴിലാളി, വന്നു. എന്താ നസ്റിൻ, എന്തോ വിഷമമുണ്ടല്ലോ? നസ്റിൻ ഒരു നിമിഷം പേടിച്ച് നിശബ്ദമായി. പക്ഷേ പിന്നെ ധൈര്യം സംഭരിച്ച് പറഞ്ഞു, എനിക്കിവിടെ നിന്ന് പോകണം, എന്നെ ഒന്ന് സഹായിക്കുമോ? സുലൈമാൻ വിറച്ചു. ഈ വീട്ടിൽ ഒരിക്കൽ വന്നാൽ ആരും പോകില്ല. അവർ പാസ്പോർട്ട് പിടിച്ചു വെക്കും, കേസുണ്ടാകും, നിയമം ഇവരുടെ ഭാഗത്താണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ നസ്റിന് ഭയമായി. എന്തേലും ഒരു മാർഗം ഉണ്ടാകില്ലേ? സുലൈമാൻ ഒന്ന് ആലോചിച്ചു. രാവിലെ അവർ എല്ലാവരും ഷോപ്പിങ്ങിന് പോകും. അപ്പോൾ പുറത്തുള്ള ഗേറ്റ് കുറച്ച് തുറന്നു കിടക്കും. അടുക്കളയുടെ പിന്നിൽ ഒരു പഴയ വാതിലുണ്ട്, പക്ഷെ അവിടെ CCTV ഉണ്ട്. ആ രാത്രി മുഴുവൻ നസ്റിൻ ഉറങ്ങിയില്ല. എന്തു വന്നാലും ഞാൻ എന്റെ റിയാസിനോടൊപ്പമേ ജീവിക്കുകയുള്ളൂ. ആർക്കും എന്റെ വിവാഹം നടത്താൻ കഴിയില്ല. അടുത്ത ദിവസം ഉച്ചയോടെ കാസിം പുറത്തേക്ക് പോയപ്പോൾ ഭാര്യമാരും ഡ്രൈവറും കൂടി പുറത്തേക്ക് പോയി. വീട്ടിൽ സുലൈമാനും മറ്റ് 2 തൊഴിലാളികളും, പാസ്പോർട്ടും റിയാസിന്റെ ഒരു ഫോട്ടോവും കുറച്ച് ആവശ്യമുള്ള വസ്ത്രങ്ങളും. അതിൽ കൂടുതലൊന്നും അവൾക്കെടുക്കാൻ കഴിഞ്ഞില്ല. പ്രാണനെ നെഞ്ചോട് ചേർത്ത് ഗേറ്റിന്റെ അടുത്തേക്ക് അവൾ നടന്നു. അവളുടെ ഹൃദയം വേഗത്തിൽ ഇടിക്കുന്നു. വിയർപ്പ് നനഞ്ഞ കൈകൾ, ഭീതി മാത്രം. അവൾ ഗേറ്റ് തുറക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്നൊരു അലാറം പോലെ വേഗത്തിലുള്ള ശബ്ദം വീടിന്റെ അകത്ത് പടർന്നു. ഒരു സ്ത്രീ ഒച്ചത്തിൽ വിളിച്ചു, നസ്റിൻ. ഭയന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നശ്വ, പിന്നിൽ ആമിനയും സഅദിയയും. നീ രക്ഷപ്പെടാനാണോ നോക്കുന്നത്? അവർ ദേഷ്യത്തിൽ ചോദിച്ചു. അവളെ ഒരു മുറിയിലേക്ക് തള്ളി വാതിലടച്ചു. മുറിയുടെ വാതിലടക്കുമ്പോൾ സഅദിയ പുഞ്ചിരിച്ചു. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നാളെ നിന്റെ വിവാഹമാണ്. അവൾ ബാത്റൂമിലേക്ക് ഓടി ഫോൺ എടുത്ത് റിയാസിനെ വിളിച്ചു. കണ്ണുനീർ ഒഴുകി. റിയാസ്, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം, ഞാൻ കുടുങ്ങി. റിയാസ് കരഞ്ഞു. ഞാൻ എംബസിക്ക് വിളിക്കും, പോലീസിനെ വിളിക്കും, എല്ലാം ചെയ്യാം, നീ ഒന്നും പേടിക്കേണ്ട. പക്ഷേ ഈ സമയത്ത് നശ്വ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. നസ്റിന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. ആ മുറിയിൽ നസ്റിൻ ഒറ്റക്കായി. അടുത്ത ദിവസം രാവിലെ നേരത്തെ തന്നെ അവർ നസ്റിനെ എഴുന്നേൽപ്പിച്ചു. അവളുടെ കണ്ണുകൾ ഉറക്കമില്ലാതെ ചുവന്നിരുന്നു. മുഖത്ത് വളരെയധികം ക്ഷീണം. എന്നാൽ ആ 3 ഭാര്യമാരും അവളുടെ വേദന കാണാതെ പോയി. ഇന്നു മുതൽ നീ ഇവിടെ ഒരു ജോലിക്കാരിയല്ല, കാസിമിന്റെ 4ാമത്തെ ഭാര്യയാണ്, നശ്വ പറഞ്ഞു. ഞങ്ങളെ കാസിമിനെ സന്തോഷിപ്പിക്കാൻ നീ ശ്രമിക്കണം, ആമിന കൂട്ടിച്ചേർത്തു. നസ്റിന് ആ വാക്കുകൾ കേട്ടപ്പോൾ ഉള്ളിലെന്തോ ചത്തുപോയതുപോലെ തോന്നി. അവർ അവളെ പുതിയ വസ്ത്രം അണിയിച്ചു, ആഭരണങ്ങൾ ഇട്ടു, മേക്കപ്പ് ചെയ്തു. അവൾ കണ്ണാടിയുടെ മുന്നിൽ ഇരുന്നപ്പോൾ ഒരു സുന്ദരിയായ വധുവിനെ പോലെ, പക്ഷേ കണ്ണുകൾ മുഴുവൻ കരഞ്ഞ ഒരു തടവുകാരിയെ പോലെ. നീ എത്ര ഭാഗ്യവതിയാണെന്നറിയോ? സഅദിയ പറഞ്ഞു. കാസിമിനെ വിവാഹം കഴിക്കാൻ പറ്റിയത് നിന്റെ വലിയ ഭാഗ്യമാണ്. അയാൾ പൈസയുള്ളവനാണ്, അധികാരമുള്ളവനാണ്, നിനക്കെല്ലാം കിട്ടും. നസ്റിൻ വീണ്ടും പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, എന്റെ ഭർത്താവിനെ മാത്രം മതി. ഈ വാക്കുകൾ കേട്ടപ്പോൾ നശ്വയുടെ മുഖം ചുവന്നു. ഭർത്താവോ? നീ അവനെ മറന്നേക്കൂ. ഇനി നീ കാസിമിന്റെ ഭാര്യയാണ്. അവൻ പറയുന്നതേ നിനക്ക് ചെയ്യാൻ പാടുള്ളൂ. ഉച്ചയായപ്പോൾ വീട്ടിൽ വലിയ ഒരുക്കങ്ങൾ തുടങ്ങി. നസ്റിന്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രം, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു പോകണം. അതേസമയം റിയാസ് നാട്ടിൽ ഒരു ഭ്രാന്തനെ പോലെ ഓടി. എംബസിക്ക് ഫോൺ വിളിച്ചു, ഏജൻസിയിലേക്ക് ഫോൺ വിളിച്ചു. എന്നിട്ടും ഒരേ ഒരു മറുപടി, ഞങ്ങൾ നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാം. റിയാസ് നിലവിളിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, എന്റെ ഭാര്യ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. നസ്റിൻ തന്റെ മുറിയിൽ മൗനമായി ഇരുന്നു. വാതിൽക്കൽ 2 തൊഴിലാളികൾ. രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ല. വൈകുന്നേരമായപ്പോൾ കാസിം വീട്ടിൽ തിരിച്ചെത്തി. അവൻ നസ്റിനെ കണ്ടപ്പോൾ മുഖത്ത് സന്തോഷം തിളങ്ങി. നസ്റിൻ, ഇന്നു മുതൽ നീ എന്റെ 4ാമത്തെ ഭാര്യയാണ്. കാസിം ഒരു വാക്ക് മാത്രം പറഞ്ഞു മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നാളെയാണ് നിക്കാഹ്. നസ്റിൻ നിലത്ത് വീണു. കണ്ണുനീർ ഒഴുകി. റിയാസ്, എന്നോട് നീ ക്ഷമിക്കണം.
ഞാൻ നിന്നെ വിടാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അടുത്ത ദിവസം രാവിലെ ഒരു നിശബ്ദത മാത്രം. പക്ഷികൾ പോലും ഒരൊച്ചയുമുണ്ടാക്കാത്ത അന്തരീക്ഷം. നസ്റിന്റെ ജീവിതത്തിൽ ഇന്നൊരു അവസാനവും ഒരു തുടക്കവുമായിരിക്കും. പക്ഷെ ആ തുടക്കം അവൾ ആഗ്രഹിച്ചിരുന്നില്ല. മുറിയുടെ വാതിൽ തുറന്നപ്പോൾ സഅദിയ പറഞ്ഞു, ഇന്ന് നിന്നെ ഒരു മണവാട്ടിയായിട്ടാണ് ഈ മുറിയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഓടി രക്ഷപ്പെടാം എന്ന് ചിന്തിക്കേണ്ട. വീട്ടിലെ ഓരോ വാതിൽക്കലും ഗാർഡുകളുണ്ട്. നസ്റിന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്ത, ഞാൻ എങ്ങനെ ജീവിക്കും ഇതൊക്കെ സഹിച്ച്? അവളെ മണവാട്ടിയായി അവർ അലങ്കരിച്ചു. കണ്ണാടിയുടെ മുന്നിൽ അവൾക്ക് തന്റെ മുഖം തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വിവാഹ ചടങ്ങിനായി വലിയ ഹാളിൽ ഒരുക്കങ്ങൾ തുടങ്ങി. ഇസ്ലാമിക രീതിയിൽ നിക്കാഹ് നടക്കാനിരിക്കുന്നതിനാൽ ഒരു മതപണ്ഡിതൻ വന്നിരുന്നു. പക്ഷെ നസ്റിനെ ഹാളിലേക്ക് കൊണ്ടുപോയില്ല. അവൾ ഒരു മുറിയിലാണ് ഇരുന്നത്. പിന്നെ പുരുഷന്മാരിരിക്കുന്ന ഭാഗത്ത് മുൻപിലായി ഇരിക്കുന്ന കാസിമിനോട് ഉസ്താദ് ചോദിച്ചു, കാസിം, നിങ്ങൾക്ക് നസ്റിൻ എന്ന പെൺകുട്ടിയെ ഈ മഹറിനു പകരം വിവാഹം കഴിക്കാൻ തയ്യാറാണോ? കാസിം ശക്തമായ ശബ്ദത്തിൽ പറഞ്ഞു, തയ്യാറാണ്. ആ വാക്ക് കേട്ട നിമിഷം നസ്റിന്റെ ഹൃദയം പിളർന്നുപോയി. ഉസ്താദ് നസ്റിനോട് ചോദിച്ചു, നിങ്ങൾ കാസിമിനെ ഭർത്താവായി സ്വീകരിക്കാൻ തയ്യാറാണോ? നസ്റിൻ ഒന്നും മിണ്ടിയില്ല. സഅദിയുടെ കണ്ണുകൾ ചുവന്നു. ആമിന നസ്റിന്റെ കൈ പിടിച്ചമർത്തി. നശ്വ ദേഷ്യത്തിൽ പറഞ്ഞു, മര്യാദക്ക് മിണ്ടിക്കോ, ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേയെന്ന് ഞങ്ങൾക്ക് പറയാനാവില്ല. ഈ വാക്ക് നസ്റിന്റെ ഹൃദയം തകർത്തു. അവൾ മനസ്സിലാക്കി, ഇന്നവൾ ഇല്ല എന്ന് പറഞ്ഞാൽ ശിക്ഷ അവൾക്കായിരിക്കില്ല, റിയാസിനായിരിക്കും. നസ്റിൻ കണ്ണുകൾ തുടച്ചു, വിറച്ചു. പക്ഷെ ഒടുവിൽ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ വാക്കുകൾ അവൾ പറഞ്ഞു, അതെ, ഞാൻ തയ്യാറാണ്. പുറത്ത് ആഘോഷത്തിന്റെ ശബ്ദം. ഹാളിൽ ആളുകൾ കൈയടിച്ചു. നിക്കാഹ് പൂർത്തിയായി. പക്ഷേ മുറിയിലിരുന്ന നസ്റിൻ തകർന്നു വീണു. അവൾ വിവാഹിതയായി, പക്ഷേ സ്നേഹത്താലല്ല, അടിമത്തത്തിൽ. അവളുടെ ജീവിതത്തിലെ എല്ലാ സ്നേഹവും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്നൊന്നായി ചിന്നിച്ചിതറി. ഇതേ സമയം നാട്ടിൽ റിയാസ് ഫോണിൽ വീണ്ടും വിളിച്ചു. കാലുകൾ വിറച്ചു. ഏജൻസിയിൽ നിന്ന് അവൻക്ക് വിവരം ലഭിച്ചു. നസ്റിന്റെ നിക്കാഹ് കഴിഞ്ഞു. ഇനി അവൾ കാസിമിന്റെ ഭാര്യയാണ്. ആ വാക്കുകൾ കേട്ട് റിയാസ് നിലത്ത് വീണു. ഹൃദയം തകർന്നുപോയി. നിക്കാഹിന് ശേഷം ജീവിതമൊന്നും മാറിയില്ല. മുൻപ് സ്വതന്ത്രമായി മുറിയിൽ കഴിഞ്ഞിരുന്ന നസ്റിൻ ഇപ്പോൾ ഭാര്യ എന്ന പേരിൽ ഒരു തടവുകാരിയായിരിക്കുന്നു. കാസിം അവളുടെ സ്നേഹത്തിൽ പെരുമാറാൻ ശ്രമിച്ചെങ്കിലും അതിലൊരു യഥാർത്ഥ കരുതൽ ഇല്ലായിരുന്നു. അധികാരം മാത്രം. ഇനി ഈ വീടാണ് നിന്റെ ലോകം, നിന്റെ ഭർത്താവാണ് ഞാൻ, കാസിം പറഞ്ഞു. അവൾക്കത് കേട്ടപ്പോൾ ഒരു ജീവിച്ചിരിക്കുന്ന മൃതദേഹം എന്നതുപോലെ തോന്നി. ഭാര്യമാരുടെ പെരുമാറ്റവും വ്യത്യസ്തമായിരുന്നു. നശ്വയും ആമിനയും ഒരു അസൂയയോടും വിരോധത്തോടും കൂടിയാണ് നസ്രിനെ നോക്കിയത്. സഅദിയ മാത്രം ചിലപ്പോൾ അവളെ സഹായിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിലും സ്നേഹമുണ്ടായിരുന്നില്ല. തന്റെ സ്ഥാനത്തെ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കരുതൽ പോലെ. നീ ഞങ്ങളുടെ വീട്ടിലേക്ക് സമാധാനം കൊണ്ടുവരണം, സഅദിയ ഒരിക്കൽ പറഞ്ഞു. നീ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയാൽ ഞങ്ങൾ നിന്നെ ഇല്ലാതെയാക്കും. നസ്റിൻ മനസ്സിൽ വിചാരിച്ചു, ഇവിടെ ഇരുന്ന് മരിച്ചാലും ആരും അറിയാൻ പോകുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. നസ്റിൻ വീട്ടുജോലികൾ ചെയ്യുന്നില്ല. മുറിയിൽ അടച്ചിരിക്കുന്നു. ബാൽക്കണിയിൽ പോലും പോകാൻ അനുവാദമില്ല. ഫോൺ എടുക്കാൻ പറ്റില്ല. ലോകവുമായി ബന്ധം ഒന്നുമില്ല. ഒരിക്കൽ സുലൈമാൻ അവളെ കണ്ടപ്പോൾ കണ്ണുകളിൽ കരുണ. നസ്റിൻ, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ കഴിയുന്നതെല്ലാം ചെയ്യാം. പക്ഷേ നസ്റിൻ ചിരിച്ചു. ഒരു വേദനയുടെ ചിരി. എനിക്ക് ആവശ്യമുള്ളത് ഒരിക്കലും എനിക്ക് കിട്ടില്ല. അതേസമയം നാട്ടിൽ റിയാസ് ഒരു ദിവസവും വിശ്രമിച്ചില്ല. എംബസി, ഏജൻസി, പോലീസ് എല്ലാവരെയും സമീപിച്ചു. എന്റെ ഭാര്യയെ തിരിച്ചെത്തിക്കണം. പക്ഷേ എല്ലായിടത്തുനിന്നും ഒരേ മറുപടി. വിവാഹം നടന്നതിനാൽ അവൾ ആ കുടുംബത്തിലെ ഒരു അംഗമാണ്. റിയാസ് തകർന്നു. ജോലി പോയി, കടങ്ങൾ കൂടി, ഉറക്കം നഷ്ടമായി. അവനെ അറിയുന്നവർ പറഞ്ഞു, ഇതൊരു വിധിയാണ്, മറക്കാൻ ശ്രമിക്കൂ. പക്ഷേ റിയാസിന് നസ്റിനെ മറക്കാനായില്ല. അതേസമയം സൗദിയിലെ വീട്ടിൽ നീറുന്ന ഇരുട്ടിൽ നസ്റിൻ കണ്ണുകൾ അടച്ച് ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്ക് ഉറങ്ങാനായില്ല. ഭാവിയില്ല, സ്വപ്നമില്ല, ആശ്വാസമില്ല. ഒരു ദിവസം കാസിം അവളോട് പറഞ്ഞു, എനിക്കൊരു കുഞ്ഞ് വേണം. ഈ വാക്ക് കേട്ട നസ്റിൻ ആദ്യമായി പ്രതികരിച്ചു, എനിക്ക് കഴിയില്ല, എന്റെ ഹൃദയം മരിച്ചിരിക്കുന്നു. പക്ഷേ അവളുടെ നിലവിളി ആ വലിയ വീടിന്റെ മതിലുകളിൽ ഒതുങ്ങി.
പുറത്തുള്ള ലോകത്തിന് ഒരിക്കലും കേൾക്കാത്ത ഒറ്റപ്പെട്ട ശബ്ദം. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നസ്റിന്റെ മനസ്സ് പൂർണ്ണമായും മങ്ങിത്തുടങ്ങി. ജീവിതത്തിൽ ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് അവൾ സ്വയം വിശ്വസിച്ചു. പക്ഷേ ഒരു ദിവസം ഒരു ചെറിയ പ്രകാശം അവളുടെ ഇരുട്ടിലേക്ക് കടന്നു വന്നു. അതൊരു ഉച്ചയായിരുന്നു. ഭക്ഷണം മുറിയിലേക്ക് എത്തിച്ച സുലൈമാൻ പതിവ് പോലെ ഒന്നും മിണ്ടാതെ പോവുകയായിരുന്നു. പക്ഷേ ഇത്തവണ പാത്രത്തിന്റെ അടിയിൽ ഒരു ചെറിയ പേപ്പർ ഒളിപ്പിച്ചു. നസ്റിൻ പേപ്പർ തുറന്നു. ഇന്ത്യൻ എംബസി. നീ ഇനിയും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കാവുന്ന ഒരാൾ തയ്യാറാണ്. നാളെ രാത്രി 2:15 പിൻവാതിൽ ലോണ്ടറി എക്സിറ്റ്. ഗേറ്റിന്റെ ക്യാമറ കൃത്യം 3 മണിക്ക് 40 സെക്കൻഡിന് ഓഫ് ആയിരിക്കും. ഓടുക. അവൾ പേപ്പർ വീണ്ടും വീണ്ടും വായിച്ചു. ഇത് സ്വപ്നമാണോ? അവളുടെ മനസ്സിൽ ഒരു പേടി മാത്രം. പിടിക്കപ്പെട്ടാൽ അവർ റിയാസിന് എന്തെങ്കിലും ചെയ്യുമോ? പക്ഷേ ഹൃദയം പറഞ്ഞു, ഇതുപോലെ ചത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ശ്രമമെങ്കിലും നടത്തുന്നതാണ്. രാത്രിയായപ്പോൾ സഅദിയയും നശ്വയും ആമിനയും ഉറങ്ങാൻ പോയപ്പോൾ സമയം 1:45. നസ്റിൻ തന്റെ ഹൃദയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ബാത്റൂമിലെ കണ്ണാടിയിൽ അവൾ സ്വയം നോക്കി. നസ്റിൻ, ഇതായിരിക്കും നിന്റെ അവസാന ശ്രമം. തോറ്റാലും കുഴപ്പമില്ല, ഒരു ശ്രമം നടത്തൂ. സമയം 2:10. കാലുകൾ വിറച്ചു, കൈകൾ തണുത്തു. നസ്റിൻ വാതിൽ മെല്ലെ തുറന്നു. 3 ഭാര്യമാരുടെ മുറികളിലും വെളിച്ചം ഓഫായിരുന്നു. അവൾ ലോണ്ടറി എക്സിറ്റിന്റെ ഭാഗത്തേക്ക് നടന്നു. സമയം 2:14. പിന്നിലെ വലിയ ഇരുമ്പ് ഗേറ്റിന്റെ സമീപം എത്തി. ക്യാമറ നേരെ മുകളിലായി. അവൾ അവിടെ കാത്തുനിന്നു. സമയം കൃത്യം 3 മണി ആയപ്പോൾ ക്യാമറയുടെ വെളിച്ചം ഓഫായി. നസ്റിൻ ഒരു ദീർഘശ്വാസമെടുത്ത് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. കാലുകൾ വേദനിച്ചു. ഇനി കുറച്ചും കൂടി ഓടിയാൽ, കാറിലേക്ക് കയറിയാൽ ഞാൻ രക്ഷപ്പെട്ടു. അവൾ ഓടുമ്പോൾ ചിന്തിച്ചത് ഒരു പേര് മാത്രം, റിയാസ്. ഞാൻ വരുന്നു. ഒരു നിഴൽ റോഡിന്റെ കോണിൽ. അവൾ നിമിഷവേഗത്തിൽ അടുത്തു ചെന്നപ്പോൾ പെട്ടെന്ന് വീടിന്റെ വെളിച്ചം പിന്നിൽ തെളിഞ്ഞു. പാദങ്ങളുടെ ശബ്ദം, ഒരു നിലവിളി. അവൾ ദാ രക്ഷപ്പെടുന്നു. നസ്റിൻ ഒറ്റ നിമിഷം തളർന്നു. സ്വപ്നങ്ങൾ പൊളിഞ്ഞു പോകുന്നതിന്റെ ശബ്ദം ചെവിയിൽ. എന്നാൽ കരുത്ത് സംഭരിച്ച് അവൾ കാറിന്റെ ഡോർ തുറന്നു. സുലൈമാന്റെ ശബ്ദം, പെട്ടെന്ന് കയറൂ. അവൾ കാറിൽ ചാടിക്കയറി. സെക്യൂരിറ്റി ഗാർഡ് പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു. സുലൈമാൻ ആക്സിലേറ്റർ അമർത്തി. വീട്ടിൽ നിന്ന് ആളുകളുടെ നിലവിളിയും കാറുകളുടെ ഹോൺ ശബ്ദവും. കാറ് ഇരുട്ടിലേക്ക് പറന്നു പോയപ്പോൾ നസ്റിൻ ആദ്യമായി വർഷങ്ങൾക്ക് ശേഷം ശ്വാസം എടുക്കുന്നത് പോലെ അനുഭവിച്ചു. ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ സുലൈമാൻ ഭീതിയോടെ നോക്കി. അവർ നമ്മളെ പിന്തുടരുന്നു. ഈ വാക്ക് കേട്ടപ്പോൾ നസ്റിന്റെ ഹൃദയം വീണ്ടും തകർന്നുപോയി. അവരുടെ പിന്നിൽ 3 കാറുകൾ പിന്തുടരുന്നു. നമ്മൾ അവരെ മറികടക്കണം. എംബസിക്ക് 9 മിനിറ്റ് ദൂരമേ ഉള്ളൂ, അവൻ പറഞ്ഞു. പക്ഷേ അവന്റെ ശബ്ദത്തിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. നസ്റിൻ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എന്നെ ഒന്ന് രക്ഷിക്കൂ. പിന്നിലുള്ള കാറുകൾ അടുത്തു വരുന്നതായി കണ്ടപ്പോൾ സുലൈമാൻ ഗിയർ മാറ്റി വേഗം കൂട്ടി. റോഡിലുള്ള ലൈറ്റുകൾ ബുള്ളറ്റ് പോലെ കടന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നിലുണ്ടായിരുന്ന വണ്ടികളിൽ ഒരു വണ്ടി ഇടതുവശത്തേക്ക് വന്നു, മറ്റൊന്ന് വലതുവശത്തേക്ക്. സുലൈമാൻ സ്റ്റിയറിംഗ് വലിച്ചു. നസ്റിൻ കൈകൾ മുഖത്ത് വെച്ചു. കണ്ണുനീർ ഒഴുകി. തളർന്ന ശബ്ദം, സുലൈമാൻ, റിയാസിനോട് പറയണം, എനിക്ക് അവനെ വളരെ ഇഷ്ടമാണെന്ന്. സുലൈമാൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു, നീ തന്നെ നേരിട്ട് പറഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം റോഡിന്റെ നടുവിൽ ഒരു വലിയ കാറ്. സുലൈമാൻ ബ്രേക്ക് അമർത്തി. കാർ നിയന്ത്രണം തെറ്റി. ഒരു വലിയ ശബ്ദം. എല്ലാം ഇരുട്ടായി. അല്പം കഴിഞ്ഞപ്പോൾ നസ്റിൻ കണ്ണുകൾ തുറന്നു. കാറിന്റെ മുൻ ഗ്ലാസ് പൊട്ടിയിരുന്നു. കയ്യിൽ രക്തം. സുലൈമാൻ സീറ്റിൽ തലകുനിച്ച് കിടക്കുന്നു. ഗാർഡുകളും ഡ്രൈവർമാരും കാറിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് നസ്റിനെ വലിച്ചു. നസ്റിന്റെ നിലവിളി, കരച്ചിൽ, ഇതൊന്നും അവരെ ബാധിച്ചില്ല. അവളെ നിലത്തേക്ക് തള്ളിയപ്പോൾ സഅദിയ, ആമിന, നശ്വ മുന്നിൽ നിൽക്കുന്നു. ഇത് നിന്റെ അവസാനത്തെ രക്ഷപ്പെടലായിരിക്കും. അവിടെ നിന്നും ചില മീറ്ററുകൾ മാറി കാസിം നിശബ്ദമായി നിൽക്കുന്നുണ്ടായിരുന്നു. തണുത്ത കണ്ണുകൾ, പുഞ്ചിരിയില്ല. അവനൊരു വാക്കുപോലും പറഞ്ഞില്ല. നശ്വ പറഞ്ഞു, വീട്ടിലേക്ക് കൊണ്ടുപോകൂ. ഗാർഡുകൾ നസ്റിനെ വലിച്ചെണീപ്പിച്ചു. അവൾ നിലവിളിച്ചു, എന്റെ ഭർത്താവിനോട് പറയണം, ഞാൻ അവനെ മറന്നിട്ടില്ല. വീട്ടിലെ വലിയ വാതിലുകൾ വീണ്ടും അടഞ്ഞു. അതേസമയം കിലോമീറ്റർ അകലെ നാട്ടിൽ രാത്രി 3:05. റിയാസ് ഫോൺ പിടിച്ച് ഉറങ്ങാതെ ഇരുന്നു. ഇന്ന് അവൾ എന്നെ വിളിക്കും. ഒരു മിസ്ഡ് കോൾ, ഒരു മെസ്സേജ്. പക്ഷേ ഒന്നും വന്നില്ല. കണ്ണുനീർ മാത്രം.
അപകടവും രക്ഷപ്പെടാനുള്ള ശ്രമവും കഴിഞ്ഞതിനു ശേഷം നസ്റിന്റെ ജീവിതം പൂർണ്ണമായും മാറി. വീട്ടിൽ തിരിച്ചെത്തിയതു മുതൽ അവളെ ഒരു പ്രത്യേക മുറിയിൽ പൂട്ടി. ജനലുകൾ അടച്ചു. ഫോണില്ല, മറ്റാരോടും സംഭാഷണമില്ല, ശ്വാസം പോലും നിയന്ത്രിക്കുന്നു. ആമിന ഓരോ ദിവസവും വന്നു ചോദിക്കും, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് വീണ്ടും ശ്രമിക്കണോ? ഉത്തരമൊന്നും ഇല്ലെങ്കിലും ചോദ്യം ഒരു ശിക്ഷ പോലെ. നശ്വ പറഞ്ഞു, നീ ഞങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കി, ഇനി നീ എങ്ങനെ ജീവിക്കുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. സഅദിയ മാത്രം ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു, നിന്നെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചു, ഇപ്പോൾ അത് നടന്നു. എന്നാൽ ഏറ്റവും വേദന നൽകിയ നിമിഷം കാസിം മുറിയിലേക്ക് വന്നപ്പോഴാണ്. അയാൾ ശാന്തമായി പറഞ്ഞു, നസ്റിൻ, എനിക്ക് നിന്നോട് ദേഷ്യമില്ല. നീ രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഒരു വലിയ തെറ്റാണ്. പക്ഷേ ഞാൻ നിന്നെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നു മുതൽ നിന്നെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. നസ്റിൻ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ദിവസങ്ങൾ മാസങ്ങളായി മാറി. ഒരിക്കൽ വീട്ടിലെ ഒരു തൊഴിലാളി വാതിലിന്റെ അപ്പുറത്തു നിന്ന് അവളോട് മെല്ലെ പറഞ്ഞു, നസ്റിൻ, നാട്ടിൽ നിന്നൊരു കത്ത് വന്നിട്ടുണ്ട്. റിയാസാണ് എഴുതിയിരിക്കുന്നത്. കവർ എവിടെ? നശ്വ മാഡം എടുത്തു. നസ്റിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. ദിവസങ്ങൾക്ക് ശേഷം വാതിൽ തുറന്ന് നശ്വ അകത്തേക്ക് വന്നു. അവളുടെ കയ്യിൽ ഒരു കവർ. ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ കത്ത് വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞു. നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. അതാഗ്രഹിച്ച് നീ ഇവിടെ ഇരിക്കണ്ട. അവൾ ആ കവർ മേശപ്പുറത്ത് വെച്ച് പുറത്തേക്ക് പോയി. നസ്റിൻ 2 കൈകൊണ്ട് കവർ എടുത്തു. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ വായിച്ചു, നസ്റിൻ, നിന്നെ കണ്ടെത്താൻ ഞാൻ ദിവസവും ഓടിക്കൊണ്ടിരിക്കുന്നു. ആരും സഹായത്തിനില്ല. പക്ഷേ ഞാൻ മരിക്കുന്നത് വരെ നിന്നെ തേടും. നീ എവിടെയായാലും നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ റിയാസ്. നസ്റിൻ കത്ത് നെഞ്ചോട് ചേർത്തു. ഒരു വലിയ നിലവിളിയോടെ കരഞ്ഞു. മുറിയുടെ മതിലുകൾ അത് കേട്ടു. ജീവിതം എല്ലാ ദിവസവും ഒരേപോലെ കടന്നുപോയി. മുറി മൗനം, ഓർമ്മകൾ. കത്ത് വായിച്ചതിന് ശേഷം അവൾ എല്ലാ ദിവസവും ഒരേ കാര്യം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഒരിക്കലെങ്കിലും എനിക്ക് അവനെ കാണണം. ഒരു നിമിഷം മാത്രം, ഒരു സ്പർശം. ഒരു രാത്രി കാസിം മുറിയിലെത്തി. അയാൾ പറഞ്ഞു, എന്റെ രാജ്യത്തെ നിയമങ്ങൾ മാറിയിരിക്കുന്നു. ഇനി ഔദ്യോഗികമായി നമ്മളുടെ വിവാഹപത്രം തയ്യാറാക്കണം. ഒരു കത്ത് അവളുടെ മുന്നിൽ വെച്ചു. നസ്റിൻ മെല്ലെ പറഞ്ഞു, ദയവായി എന്നെ വിടൂ. കാസിം ശാന്തമായി പറഞ്ഞു, നീ ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ഞങ്ങൾക്ക് പറയാനാവില്ല. നസ്റിന് മനസ്സിലായി, ഇവിടെ നിന്ന് ഒരു രക്ഷയില്ല. നസ്റിൻ പേപ്പറിൽ ഒപ്പിട്ടു. അവളുടെ അവസാന പ്രതീക്ഷയും ചോർന്നു. ഒപ്പിട്ടതിനു ശേഷം കാസിം എഴുന്നേറ്റ് മുറിയിൽ നിന്ന് പോയി. പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ അവന്റെ 3 ഭാര്യമാർ വാതിലിന് സമീപം നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അവളെ നോക്കി. വൈരാഗ്യമില്ല, സ്നേഹവുമില്ല. ദിവസങ്ങൾ കടന്നുപോയി. നസ്റിന്റെ ജീവിതം മരവിച്ച പോലെ. എല്ലാവരും അവളെ 4ാമത്തെ ഭാര്യയായി അംഗീകരിച്ചു. പക്ഷെ അവളുടെ ഹൃദയം ഇപ്പോഴും റിയാസിനോടൊപ്പം ആയിരുന്നു. ഒരു വൈകുന്നേരം ഡ്രോയറിൽ സൂക്ഷിച്ചിരുന്ന റിയാസ് നൽകിയ ചെറിയ വെള്ളി ചെയിൻ അവൾ എടുത്തു. അവൾ അത് മൃദുവായി ചുംബിച്ചു. എന്നോട് ക്ഷമിക്കൂ റിയാസ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്നും സ്നേഹിക്കുന്നു. പക്ഷേ ജീവിതം എന്നെ നിന്നിൽ നിന്ന് പിടിച്ചു മാറ്റി. അവൾ ഒരു പേപ്പർ എടുത്തു. കണ്ണുനീർ തുള്ളികളിൽ നനഞ്ഞ കൈകൾ കൊണ്ട് എഴുതിയ അവസാന കത്ത്. എന്റെ റിയാസ്, ഒരിക്കലും ഞാൻ നിങ്ങളെ വിട്ടുപോയിട്ടില്ല. പക്ഷേ എന്റെ ശരീരം എവിടെയായാലും എന്റെ ആത്മാവ് എല്ലായ്പ്പോഴും നിന്റെ കൂടെയാണ്. നിന്റെ നസ്റിൻ. കവർ അടച്ചു, മേശപ്പുറത്ത് വെച്ചു. അതൊരിക്കലും പോസ്റ്റ് ചെയ്യപ്പെടുകയില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. ആ രാത്രി നസ്റിൻ മുറിയുടെ ജനൽ തുറന്നു. ശാന്തമായ കാറ്റ് വീശി. റിയാസ്, ഞാൻ പോകുന്നു. അടുത്ത ദിവസം രാവിലെ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ നസ്റിൻ കിടക്കയിൽ കിടക്കുന്നു. ശാന്തമായ മുഖം, ചിരി നിറഞ്ഞ മുഖം, പക്ഷേ ജീവനില്ല. അവളുടെ കയ്യിൽ ആ വെള്ളി ചെയിൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു.